അവസാന യാത്രയായിരുന്നു. ഒരുമിച്ച് കൈയും കോർത്തുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് 4 പെൺകുട്ടികൾ ജീവിതത്തിൻ്റെ അവസാന യാത്ര ആയിരുന്നു എന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ആ CCTV ക്യാമറ വീഡിയോ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു. കാരണം അത് കഴിഞ്ഞ അടുത്ത വീഡിയോ അവരുടെ വേണ്ടപ്പെട്ട ഉറ്റവരും ഉടയവരും എല്ലാവരും കിടന്ന് കരയുന്ന ഒരു വീഡിയോ ആണ്. എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്ന ആ ലോറിക്ക് അടിയിൽ നിന്നും ഓരോ കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ ശരിക്ക് എന്ത് നിയമ സംവിധാനമാണ് ഇവിടെ മാറ്റം വരുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനി മദ്യപിച്ച് വാഹനം ഓടിച്ചതാണോ, ഇനി മദ്യപിക്കാതെ ഓടിച്ചതാണോ, മറ്റുള്ള ലഹരി ഉപയോഗിച്ചതാണോ, അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് എന്നാണ്. ആ കുഞ്ഞുങ്ങളുടെ ആ ഫാമിലിക്ക് നഷ്ടപ്പെട്ടു എന്നല്ലാതെ എന്താണ്. 4 കുട്ടികളുടെ ഫോട്ടോയാണ് നിങ്ങൾ സൈഡിൽ കാണുന്നത്. കരിമ്പയിൽ, പാലക്കാട് ജില്ലയിൽ. അവരുടെ വേണ്ടപ്പെട്ട ആളുകളാണ് ആ കുട്ടികളെ വലോരുടെ അടിയിൽ നിന്ന് കാണുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്ന് ഖബറിസ്ഥാനിൽ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടുത്തെ മഹല്ല് കമ്മിറ്റിയിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്. നേരം പുലരാറായിട്ടും അവർ ഉണർന്നില്ല. പരീക്ഷയുണ്ടായിട്ടും ആരും വിളിച്ചുമില്ല. സുബഹി ബാങ്കുരി മുഴങ്ങിയപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആംബുലൻസ് നിരന്നു. തൂവള്ളയിൽ പൊതിഞ്ഞ സ്വപ്നങ്ങൾ ഒരിക്കൽ കൂടി തുപ്പനാട്ടെ വീട്ടിലേക്ക്. ഇന്നലെ വരാത്തതിലെ പരിഭവം ആയിഷയോടും ഹൃദയോടും ഇർഫാനയോടും നിതയോടും ഉപ്പയും ഉമ്മയും കാണിച്ചില്ല. കലങ്ങിയ കണ്ണുമായി മക്കളെ നോക്കി നിന്നു. ഒരു നോവുണ്ടാകുമ്പോൾ ആശ്വസിപ്പിക്കാൻ ഓടിയെത്തേണ്ട എല്ലായിടത്തും ഒരേപോലെ മരണം. മതവും ജാതിയും ഒന്നും നോക്കാതെ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രാർത്ഥനയിലൊന്നും യാതൊരു അർത്ഥവുമില്ല. കാരണം അവർ നഷ്ടപ്പെട്ടു പോയി. ആ സ്കൂളിൽ നാളെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പരീക്ഷ കഴിഞ്ഞ് 2ാമത്തെ പരീക്ഷയിലേക്ക് കടക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നടന്നു നീങ്ങിയത് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണെന്നുള്ളതാണ്. എനിക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. മനസ്സിൽ ഒരുപാട് വിഷമം തോന്നുക. എന്തായാലും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ വാക്കൊന്ന് കേട്ടു നോക്കും. നിങ്ങൾ എന്താണ് സത്യത്തിൽ ഇന്ന് വൈകിട്ട് സംഭവിച്ചത്? എന്താണ്? ഞങ്ങൾ എല്ലാവരും പാടെ വരികയായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു ലോറി വന്നു, ഇവിടുന്ന് ലോറി വന്നു. ഇർഫാന പറയുന്ന കുട്ടിൻ്റെ ഉമ്മ മുമ്പിലുണ്ടായിരുന്നു. എന്നിട്ട് അവള് കുറച്ച് സൈഡിലേക്ക് നിന്നു. അവിടുന്ന് ലോറി വന്നപ്പോൾ ആ ലോറി ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചേരുന്നു. അപ്പോൾ ഇവിടുത്തെ ആ ലോറിൻ്റെ ബാക്കിൽ പോയിട്ട് ഈ ലോറി ഇടിച്ചു. അപ്പോൾ ഈ ലോറി നേരെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ബെന്ന് ഇടിച്ചു പോകുമ്പോൾ അവളുടെ അമ്മ അവിടുന്ന് ഓടി വന്നു. ഇർഫാന വിളിച്ചിട്ട് ഓടി വരികയായിരുന്നു. അപ്പോഴേക്ക് ഈ കുട്ടികളൊക്കെ ഇടിച്ചു കഴിഞ്ഞിരുന്നു. ഓളെങ്ങനെയാ ഇന്ന് രക്ഷപ്പെട്ടത്? ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് അവർ കുഴിക്ക് അത് വണ്ടി തട്ടിയിട്ട് മോള് വീണതാണോ? അല്ല, അല്ലാതെ ഈ അപകടത്തിന്റെ ഇതിൽ ചാടിപ്പോയതാണ്. അങ്ങനെ രക്ഷപ്പെട്ടതായിരുന്നു. ഈ ഇത് അപകടം പറ്റിയ ഉടനെ തന്നെ ഈ ഇവർക്കൊക്കെ കുട്ടികളൊക്കെ ബഹളം വെക്കുന്നുണ്ടായിരുന്നു, കരയുന്നുണ്ടായിരുന്നു. എന്താണ് അപ്പൊ മോൾക്ക് കാണാൻ പറ്റിയത്? എന്താണ്? ഞാൻ ഒന്നും കണ്ടില്ല. അത് ഞാൻ നേരെ ആ കുഴിയിൽ നിന്ന് നീച്ചിട്ട് അവിടുത്തെ ഒരു വീട്ടിലേക്ക് പോവുകയത്. അപ്പൊ അവിടെ ആരാണ് ആദ്യം ഈ കുട്ടികളൊക്കെ രക്ഷപ്പെടുത്താൻ ആരാ വന്നത്? അതറിയില്ല. മോള് കണ്ടിണ്ടായില്ല. ഇന്ന് എത്രാമത്തെ പരീക്ഷയായിരുന്നു? 2ാമത്തെ പരീക്ഷ. ഇതിന്റെ ഇവരുടെ ഒരു സൗഹൃദത്തിന്റെ ആഴമൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇതപ്പോ ഈ കുട്ടികള് ഇപ്പൊ മരിച്ച ഏത് കുട്ടിയുടെ നമ്മളെ കാർബോർഡ് റിദാന്റെയും കോടൻ നിദാന്റെയും മരിച്ച 2 കുട്ടികളുടെ
കുടയും അതുപോലെ തന്നെ ഈ റൈറ്റിംഗ് പാഡും ആണ് ഈ കുട്ടിയുടെ കയ്യിലുള്ളത്. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇപ്പം ഈ അജ്ന മോളുടെ സാധനങ്ങൾ അവരുടെ കയ്യിലും ഉണ്ടായിരുന്നു, തിരിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ അത്രയും അടുപ്പം ഉണ്ടായിരുന്ന 5 പേരായിരുന്നു. അതിൽ നിന്ന് ഈ മോള് മാത്രമാണ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മോള് ഈ ലോറി നല്ല സ്പീഡിലായിരുന്നു പറയുന്നത്, ശരിയാണോ? മണ്ണാർക്കാട് നിന്ന് വന്ന ലോറി നല്ല സ്പീഡിലായിരുന്നു, മറ്റേ ലോറി മെല്ലെ വന്നു. അതായത് നിങ്ങളെ ഇടിച്ച ലോറി പതിയായിരുന്നു, മണ്ണാർക്കാട് നിന്ന് വന്ന ലോറി സ്പീഡിലായിരുന്നു, അങ്ങനെയാണോ? ഓക്കെ. അതെങ്ങനെ അപ്പൊ മോള് ശ്രദ്ധിച്ചിരുന്നു അതല്ലേ? ഓക്കെ ഓക്കെ. എസ് കെ, ഇവര് സ്കൂളിൽ നിന്ന് ഇറങ്ങി ഏതാണ്ട് 3. ആ കുട്ടിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. CCTV ക്യാമറ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഒരുമിച്ച് കൈ കൊടുത്ത് കൈ കോർത്ത് നടന്നു പോകുന്ന അവസ്ഥ. നമ്മൾ സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുക. പറയാൻ പറ്റുന്നില്ലേ, നാളെയുടെ ആൾക്കാരാണ് അവര്. പറയാൻ പറ്റണില്ല, സംസാരിക്കാനില്ല. ആ വാർത്ത കണ്ടപ്പോഴേ ശരിക്കും മനസ്സിൽ ആ ഒരു ദൃശ്യം അങ്ങനെ വരിക. നാളെ ഇവര് ലൈഫ് ഒരുപാട് ആഗ്രഹിച്ചു കൊണ്ടുപോണ ആൾക്കാരാ, ചെറിയ കുട്ടികളാ. ഈ ആരെ നമ്മൾ കുറ്റം പറയാ? ഡ്രൈവർമാരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം ഉണ്ടാവും? അവിടെ ഒന്നും സംഭവിക്കണില്ല. നഷ്ടപ്പെടുന്നത് ആ വീട്ടുകാർക്കും ആ നാട്ടുകാർക്കും പിന്നെ അവർക്ക് മാത്രമാണെന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു നിയമങ്ങളൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കും. റോഡിലെ സൈഡിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൃത്യമായ ഒരു കാൽനടപ്പാത അത് സുരക്ഷിതമായിട്ടുള്ളത് എവിടെയില്ല. ഇപ്പോൾ എൻ്റെ നാട് എടപ്പാൾ ഭാഗത്ത് കൈവരിയായിട്ട് ഇരുമ്പിൽ ഒരുപാട് കമ്പികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും ഇല്ല. അതൊക്കെ ഓരോ കടയുടെ ആവശ്യത്തിന്, കടയിലൊക്കെ ആൾക്കാർക്ക് കയറുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് കളഞ്ഞു. അത് ശരിക്കും ഗവൺമെന്റിന്റെ സാധനങ്ങളാണ്, അതുപോലും എവിടെയില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ സൈഡിലൊരു വീഡിയോ കാണുന്നുണ്ടാവും. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് KVR ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന ഒരു ബൈക്കിന്റെ ഷോറൂമാണ്. അതിന് മുന്നിൽ ഒരു കമ്പി കട്ട് ചെയ്ത് വെച്ചിരിക്കുക. അവിടെ കൈവരി ഉണ്ടായിരുന്നു. ആ കൈവരി ഇപ്പൊ നിൽക്കുന്നത് താഴ്ന്ന് ശരീരത്തിലേക്ക് കുത്താൻ കഴിയുന്ന രീതിയിൽ, ആരെങ്കിലും വീണാൽ നെഞ്ചത്തടിച്ച ആൾ മരിക്കും, ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഒരു സുരക്ഷിതത്വം ഈ രാജ്യത്തില്ല, കേരളത്തിൽ തീരെയും ഇല്ല എന്ന് തന്നെ പറയാം അല്ലെ. കൈ കാട്ടി നിർത്താൻ പോലീസുകാർ, വീഡിയോ എടുത്തിട്ട് ഫൈൻ അടിപ്പിക്കാൻ പോലീസുകാർ, എന്നാലോ റോഡും സുരക്ഷിതമല്ല, കാൽനടക്കാർക്ക് യാതൊരു സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതാണ്. എത്രയോ സ്വപ്നങ്ങൾ മനസ്സിൽ പേറിക്കൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ നടന്നു പോകുന്നത്. തലനാരിയടക്കാണ് ഈ ഒരു പെൺകുട്ടി രക്ഷപ്പെടുന്നത്. കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഏത് രീതിയിലാണ് ഇതിനെ, എനിക്ക് എത്ര വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാർക്കും നാട്ടുകാർക്കും എത്ര വിഷമം ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും പടച്ചോൻ ഖബർ വിശാലമാക്കട്ടെ.